ചെറിയ ശമ്പളം കൊണ്ട് എങ്ങനെ സമാധാനമായി ജീവിക്കാം? അതിനായി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട 11 പ്രധാന നിയമങ്ങൾ ഇതാ. പല തുള്ളി പെരുവെള്ളം എന്നതുപോലെ ഈ വഴികൾ നിങ്ങളുടെ ജീവിതം മാറ്റും. ചെറിയ ശമ്പളക്കാർക്കുള്ള 11 സമാധാന വഴികൾ. 1. വരുമാനം വന്നാലുടൻ നിക്ഷേപിക്കുക. ചെലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി സമ്പാദിക്കാമെന്ന് വിചാരിക്കരുത്. ശമ്പളം കിട്ടിയാലുടൻ നിശ്ചിത തുക ആദ്യം തന്നെ മാറ്റി നിക്ഷേപിക്കുക. 2. 50-30-20 നിയമം പാലിക്കുക. ശമ്പളത്തിന്റെ 50% അവശ്യകാര്യങ്ങൾക്കും 30% ആഗ്രഹങ്ങൾക്കും 20% നിർബന്ധമായും നിക്ഷേപത്തിനുമായി മാറ്റിവെക്കുക. 3. ദിവസേന ചെറിയ തുക മാറ്റിവെക്കുക. ദിവസവും 50 രൂപയോ 100 രൂപയോ കുടുക്കയിലോ അക്കൗണ്ടിലോ മാറ്റുക. മാസം ഇത് വലിയൊരു തുകയായി മാറും. 4. ക്രെഡിറ്റ് കാർഡുകളും അനാവശ്യ EMIകളും ഒഴിവാക്കുക. കയ്യിൽ പണമില്ലാത്ത സാധനങ്ങൾ കടം വാങ്ങരുത്. കടമില്ലായ്മയാണ് ഏറ്റവും വലിയ സമാധാനം. 5. പ്രതിമാസ ബജറ്റ് എഴുതി തയ്യാറാക്കുക. മാസം തുടങ്ങുമ്പോൾ തന്നെ എന്തിനൊക്കെ എത്ര ചെലവാകുമെന്ന് ഡയറിയിലോ ഫോണിലോ കൃത്യമായി എഴുതി സൂക്ഷിക്കുക. 6. മറ്റുള്ളവരെ കാണിക്കാൻ ജീവിക്കരുത്. അയൽക്കാരെയോ സുഹൃത്തുക്കളെയോ കാണിക്കാൻ വേണ്ടി ആഡംബര വസ്ത്രങ്ങളോ ഫോണുകളോ വാങ്ങി കടക്കാരനാകരുത്. 7. എമർജൻസി ഫണ്ട് നിർബന്ധമാക്കുക. അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കായി 3 മാസത്തെ ചെലവിനുള്ള പണം ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും കരുതിവെക്കുക. 8. ഒരു ചെറിയ ഇൻഷുറൻസ് എടുക്കുക. അസുഖങ്ങൾ വന്ന് പണം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ചെറിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കടക്കെണിയിൽ നിന്ന് രക്ഷിക്കും. 9. ദുശ്ശീലങ്ങൾക്കും പുറത്തെ ഭക്ഷണത്തിനും നിയന്ത്രണം വെക്കുക. പുകവലി, മദ്യപാനം, അനാവശ്യമായ ഹോട്ടൽ ഭക്ഷണം എന്നിവ കുറച്ചാൽ വലിയൊരു തുക ലാഭിക്കാം. 10. ചെറിയ തുകകൾ മ്യൂച്വൽ ഫണ്ടിലോ RDയിലോ ഇടുക. മാറ്റിവെക്കുന്ന ചെറിയ തുകകൾ ബാങ്ക് അക്കൗണ്ടിൽ വെറുതെ ഇടാതെ SIP വഴിയോ RD വഴിയോ നിക്ഷേപിച്ച് വളർത്തുക. 11. പാർട്ട് ടൈം വരുമാന മാർഗം കണ്ടെത്തുക. ശമ്പളം വളരെ കുറവാണെങ്കിൽ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഫ്രീലാൻസിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ജോലികൾ വഴി അധിക വരുമാനമുണ്ടാക്കുക. ഈ 11 നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ചെറിയ ശമ്പളത്തിലും നിങ്ങൾക്ക് വലിയ സാമ്പത്തിക സമാധാനമുണ്ടാക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.